വിവിധ ദേശങ്ങളിൽ നിന്ന് വിവിധ ദേശങ്ങളിൽ നിന്ന് എന്നെ കേൾക്കുന്ന എന്നെ എന്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കുന്നു. भिन्न 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 जगह से हम सब मिलकर एक साथ होकर आराधना करने के लिए परमेश्वर ने मदद किया है और ये वचन सुनने वाला सभी लोगों को प्रभु यीशु मसीह के नाम से मैं धन्यवाद देता हूँ। ഇന്ന് ഞാനും വളരെയധികം സന്തോഷവാനാണ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ തന്നെ 5 വിവിധ ഭാഷകളിൽ നിന്ന് നമുക്ക് പാട്ടുകളെ കേൾക്കുവാനിടയായല്ലോ. വളരെയധികം സന്തോഷം എനിക്കുണ്ട്. അത് മാത്രമല്ല, വിവിധ ദേശങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് ദിവസവും ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കി തന്ന ഒരു നല്ല അവസരത്തിനായി ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിക്കുന്നു. मैं भी आज बहुत खुश हूँ क्योंकि प्रभु के दास बोला जैसा 5 जगह से 5 देशों से 5 भाषा में गीत गाने के लिए गीत सुनने के लिए परमेश्वर ने हमें मौका दिया है और भिन्न भिन्न देशों से हम एकत्र होकर एक जगह में बैठ के आराधना करने के लिए ऐसा जो अवसर परमेश्वर दिया है प्रभु की धन्यवाद करता हूँ। അത് മാത്രമല്ല, അതിലധികം സന്തോഷം വിവിധ ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മളെ നമ്മുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം പല കുടുംബങ്ങൾ പല ദേശങ്ങളിലുണ്ട് എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്, നമുക്കൊരു ആത്മീകമായ ഒരു പ്രചോദനമാണ് അത്. केवल यही ही नहीं है, भिन्न भिन्न देशों में बैठ के हमारे लिए प्रार्थना करने के लिए जो लोग हैं, ये सब सुनने के समय भी हमारे जीवन में बहुत आनंद और खुश हो जाता है। ഒരു കുടുംബം പോലെ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, ഒരുപക്ഷെ ഭാഷ അറിയത്തില്ല, ഒരുപക്ഷെ പ്രദേശം അറിയത്തില്ല, നമ്മൾ നേരിൽ കണ്ടിട്ടില്ല, എങ്കിലും ആ ആത്മീക സന്തോഷത്തിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മളെ ഓരോരുത്തരെയും ഒന്ന് ചേർത്ത ദൈവത്തിന്റെ കൃപയ്ക്കായി ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കുന്നു. भाषा को नहीं जानता होगा, शायद आपस में नहीं देखा, आपस में नहीं जानता है, लेकिन अलग अलग जगह में बैठ के हम जो एक दूसरे के लिए प्रार्थना करते हैं उस सहभागिता के लिए भी परमेश्वर को धन्यवाद करता हूँ। ഇത് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മിനിസ്ട്രിയെയും എല്ലാം ഓർത്തുകൊണ്ട് ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനെല്ലാത്തിനും എല്ലാവർക്കും വിശേഷാൽ കർത്താവിൻ്റെ ദാസൻ, ട്രാൻസ്ലേഷൻ ചെയ്യുന്ന പാസ്റ്റങ്ങള്, അതുപോലെ വിവിധ പ്രദേശങ്ങളിലായിരിക്കുന്ന അങ്കിൾ ആൻറ്റി, എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് വേഗത്തിൽ തന്നെ നമുക്ക് വചനചിന്തയിലേക്ക് കടക്കാം. मेन में ये विशेष बोलने के कारण ये है कि मेरे लिए, मेरा सेवकाई के लिए, मेरे परिवार के लिए, हमारे सारे जरूरतों के लिए यहाँ पर जो लीड करने वाले प्रभु के दास, संवाद करने वाले प्रभु के दास और बाकी जो प्रभु के दास दासियां हैं और जो कोई भाई बहन आंटी अंकल सभी लोगों जो हमारे लिए प्रार्थना करते हैं, सभी को प्रभु यीशु मसीह के नाम से धन्यवाद देते हुए मैं वचन की ओर जाना चाहता हूँ। ഇന്ന് പകൽക്കാലം ഒരു ചെറിയ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് ഒരു ചെറിയ ചോദ്യത്തിൽ കൂടി ദൈവത്തിന്റെ സന്ദേശം അത് നമ്മളിലേക്ക് അറിയിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. आज सुबह आप लोग के सामने एक छोटे से एक सवाल रखते हुए परमेश्वर के वचन से आगे बढ़ना चाहता हूँ। അതിപ്രകാരമാണ്, ഇഫ് ഗോഡ് ഈസ് നോട്ട് കണ്ടിന്യൂലി ഫോർഗിവിംഗ് us, then who am I? അതായത് യഹോവയായ ദൈവം നമ്മളെ നിരന്തരമായി ക്ഷമിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആരായിരിക്കും? ये सवाल ऐसा है कि अगर यहोवा परमेश्वर निरंतर हमारा क्षमा नहीं करता है तो हमारा अवस्था क्या होगा? ഒരുപക്ഷെ ഈ ചോദ്യം നമ്മളോട് ചോദിച്ചാൽ, നമ്മളിവിടെ ആയിരിക്കുന്നത്, ഈ പുതുവർഷത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നത്, ഈ ആദ്യത്തെ ആഴ്ച നമ്മളെ കാണുവാൻ സഹായിച്ചിരിക്കുന്നത് ദൈവം നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ക്ഷമിക്കുന്നത് കൊണ്ടാണ്, കണ്ടിന്യൂസ് ആയിട്ട് അവന്റെ ക്ഷമ നമ്മളിലേക്ക് വരുന്നത് കൊണ്ടാണ്. शायद ये इस सवाल का ऐसा भी है कि ये नया साल का ये शुरुआत में हम जो यहाँ बैठे हैं, ये भी परमेश्वर निरंतर हमें क्षमा करता है, हमारे ऊपर दया करता है, इसी कारण है। ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ മനസ്സിലായി കാണും എന്ത് വിഷയത്തെ പറ്റിയാണ്, എന്ത് ടോപ്പിക്കിനെ പറ്റിയാണ് നാം ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത്, ദൈവത്തിന്റെ ആലോചന നമ്മളിലേക്ക് കേൾക്കുവാനായിട്ട് പോകുന്നത്. शायद आप लोगों को समझ में आया होगा आज कौन सा विषय से बातें करना जा रहा है और परमेश्वर किस विषय के द्वारा हमें समझाने जा रहा है। ദൈവത്തിന്റെ ഫോർഗീവ്നെസ്, അതായത് ദൈവത്തിന്റെ ആ ഒരു ക്ഷമയെ പറ്റി, അത് മാത്രമല്ല നാം എപ്രകാരം ക്ഷമിക്കണമെന്നും നമ്മുടെ ക്ഷമ എങ്ങനെയുള്ളതായിരിക്കണമെന്നും ഇന്ന് നാം ചിന്തിക്കാൻ പോകും. परमेश्वर हमारे ऊपर जो क्षमा करता है, परमेश्वर का क्षमा और हम कैसा क्षमा करना है, उसी के विषयों में आज बातें करना चाहता हूँ। ഒരു കഥയിലൂടെ നമുക്ക് ആ ഒരു ചിന്തയിലേക്ക് പ്രവേശിക്കാം. एक कहानी के द्वारा हम उस चिंता में प्रवेश करेंगे.
ഒരു ഓട്ടക്കളത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ കുറെ സാധനങ്ങളെല്ലാം എടുത്തത് കൊണ്ട്, കുറെ ബാഗേജ് ക്യാരി എല്ലാം ചെയ്തുകൊണ്ട് ഓടുന്ന ഒരു വ്യക്തി, അത് മാത്രമല്ല തൊട്ടപ്പുറത്തൊരു വ്യക്തി യാതൊരു ലഗേജും യാതൊരു ഭാരവും ഇല്ലാതെ ഓടുന്ന ഒരു വ്യക്തി, ആരായിരിക്കും ആദ്യമേ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്? ആർക്കായിരിക്കും സ്വതന്ത്രമായിട്ട് മുന്നേറുവാനായിട്ട് സാധിക്കുന്നത്? दौड़ने के लिए खड़ा हुआ दो लोग है, उनमें से एक व्यक्ति अपने कई सारे बैग उनके हाथों में लिया हुआ कई सारे वजन लेते हुए दौड़ने के लिए खड़ा है, और दूसरा उसके बाजू में एक आदमी खड़ा है, वो कोई भी बोझ नहीं लेते हुए सिर्फ दौड़ने का तैयारी में खड़ा हो गया है। उनके हाथों में कुछ चीजों नहीं है। अगर ये दोनों दौड़ने के लिए शुरू करेंगे तो वो कौन जीतेंगे, हम जानते हैं। നമ്മൾക്കറിയാം, ഭാരമില്ലാത്ത വ്യക്തി, സ്വതന്ത്രമായി നിൽക്കുന്ന വ്യക്തിയായിരിക്കും മുന്നോട്ട് നന്നായിട്ട് ഓടുവാനായിട്ട്, ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്രയും വേഗം എത്തുവാനായിട്ട് സാധിക്കുന്നത്. जिनके हाथों में कुछ बोझ नहीं है, जो स्वतंत्र में खड़ा है, उसी व्यक्ति दौड़ने में आगे बढ़ सकता है, वही व्यक्ति जीत सकता है। ഇന്ന് ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ നമ്മുടെ ചില ബാഗേജ്, അതായത് എക്സ്ട്രാ വെയിറ്റേജ് ആയിട്ടുള്ള ചില ലഗേജുകളുണ്ട് നമ്മളിൽ. എക്സ്ട്രാ ബർഡണിങ് ആയിട്ട് നമ്മളെ ഭാരപ്പെടുത്തുന്ന പല വിഷയങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് ഇറക്കി മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഈ പുതുവർഷത്തിൽ വളരെ സ്വതന്ത്രമായിട്ട് ഫ്രീ ആയിട്ട് ഓടുവാനായിട്ടാണ് നാം ശ്രമിക്കേണ്ടത്. हमें इस नया साल में हम ये करना चाहिए कि हमारे लिए कुछ वचन या हमारे लिए कुछ बोझ जो है, हमें हमें जो नहीं चाहिए, हम ना लेके जाना चाहिए। ये सब वचन का जो चिंताएं, ये सब विषयों को हम दूर करके हम इस नया साल में दौड़ने के लिए खड़ा होना है। ഇതെല്ലാം നമുക്കുള്ളൊരു ബന്ധനങ്ങളാണ്, ചെയിനുകളാണ്, ബോണ്ടേജുകളാണ്. നമ്മളെ മുമ്പോട്ട് പോകാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തുന്ന, തടഞ്ഞു നിർത്തുന്ന ചില ബന്ധനങ്ങളും ചെയിനുകളും ബോണ്ടേജുകളുമാണ് ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ये जो वचन कहते हैं कि हमें आगे ना दौड़ने के लिए रोकने वाला कुछ वस्तु है, ये हमें रोकने वाला हमारे लिए जो जंजीर के समान और बोझ के समान हमें बांध के रखने वाला कुछ बंधन है, इसलिए हम उसको छोड़कर भागना चाहिए। ഞാൻ വിഷയത്തിൽ നിന്ന് മാറിയിട്ടില്ല. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്നുള്ളത് ഫോർഗീവ്നെസ് ആണ്, ക്ഷമിക്കുക എന്നുള്ളതാണ്. ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഗ്രീക്ക് വേർഡ് അഭിയേമി എന്നാണ്. വേറൊരു വേർഡ് കൂടിയുണ്ട്. നമുക്ക് ഈ രണ്ട് വേർഡുകളിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. हमें जो क्षमा करना, उसका जो हिब्रू शब्द से हमें निकला हुआ है, उसमें से दो शब्द है, वो शब्दों के द्वारा आज हम शुरू करेंगे। ഒന്നാമത്തെ വേർഡ് അഭിയേമി എന്നാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു റിലീസ്, സെൻഡ് എവേ, അതായത് പറഞ്ഞയക്കുക, കൊടുത്തു വിടുക, എല്ലാം ഊരി മാറ്റി വെക്കുക, ലൂസ്റ്റ് ഓഫ്, നമ്മുടെ എല്ലാം എടുത്ത് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അതിനെ എല്ലാം ദൂരെയായിട്ട് കളയുക എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത്. हमें जो पहले शब्द है, अभी में जो शब्द है, वो उसका जो मतलब है कि हमारा पास से उसको दूर फेंकना, उसको निकाल देना। ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത്, ഇതിന്റെ ആഴം നാം നന്നായിട്ട് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ വേർഡ് അഭിയേമി. ഒരുപക്ഷെ വേർഡ് ഓർത്തിരിക്കത്തില്ല എങ്കിൽ പോലും അതിന്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുക. അത് നമുക്ക് വളരെ പ്രയോജനം ചെയ്യും. ടു റിലീസ്, സെൻഡ് അവേ, അല്ലെങ്കിൽ വേറൊരു സിമ്പിൾ മീനിങ് ലൂസ്ഡ് ഓഫ്, എല്ലാം അഴിച്ചു മാറ്റുക, അഴിച്ചു കളയുക, അതാണ് അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. जो अध्ययन करके जो शब्द, अगर हमको जो उसका शब्द अगर इतना याद में नहीं है, तो भी अब ये याद करना है कि उसका जो मतलब सिंपल एकदम साधारण रीति से बोलेगा तो उसको खोल की छोड़ देना, उसको जो है उसको खोल की छोड़ देना, वो है उसके मतलब। ഇതിന് വേറൊരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ വേർഡിനോട് ഇതിന്റെ മീനിങ്ങുമായിട്ട് കാണാൻ സാധിക്കുന്നത്, ഒരാളുടെ കടങ്ങളെ എല്ലാം ക്ഷമിച്ച് എഴുതി തള്ളുന്നത് പോലെയാണ്. इसका दूसरा एक मतलब यह है कि एक व्यक्ति का जो कर्जा है, वो सब कुछ लिख के उनको फ्री कर देता है, क्योंकि उसको इंकार कर देता है, उसका जो कर्जा है वो माफ किया जाता है, उसका मतलब है। അത് ക്യാൻസൽ ചെയ്ത്, അതിന്റെ ഡെപ്റ്റ് എല്ലാം, അതിന്റെ കടങ്ങളെല്ലാം ക്യാൻസൽ ചെയ്ത് അതെല്ലാം എഴുതി, അതായത് ഇനി അതില്ല, അങ്ങനെ ഒരു രേഖ ഇല്ല എന്നുള്ള രീതിയിൽ ആവുന്നത് പോലെയാണ് ക്ഷമിക്കുക എന്നുള്ളതിന്റെ വേറൊരു ഉദാഹരണ രീതിയിൽ പറഞ്ഞാൽ. क्षमा करना, उसका जो उदाहरण से हम ऐसा बोल सकता है कि एक व्यक्ति को वो बहुत कर्जदार है, उसका पूरा कर्जा को माफ करके उसका जो सबूत पूरा मिटा देता है।
വീണ്ടും ഞാൻ ഈ ക്ഷമിക്കുക എന്നുള്ള പറയുന്ന ഉദാഹരണം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ബന്ധനങ്ങൾ നമ്മളെ മുമ്പോട്ട് പോകുവാൻ തടയുന്ന ആ പ്രയാസങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മാറി നമ്മൾ ഫ്രീ ആയിട്ട് മുമ്പോട്ട് പോകുവാനായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ആ ലക്ഷ്യസ്ഥാനത്തിൽ നമ്മൾ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഓടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. अगर ये क्षमा करना ये करेगा तो ही हमें आगे दौड़ सकता है, हमें आगे जा सकता है, हमारे लक्ष्य में पहुंच सकता है. अगर हम चेतना है तो ये क्षमा करेगा, उस बंधन से हम छुटकारा पाएगा तो ही हमें आगे बढ़ सकता है. ആരും ബന്ധനങ്ങളിൽ ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. നാമും നമ്മുടെ ഈ ബന്ധനങ്ങളെ ഒരുപക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷമിക്കുക എന്ന് ആ ക്ഷമ ഇല്ലാത്തത് എന്ന് പറയുന്നത് തന്നെ ഒരു ബന്ധനമാണ്. कोई भी बंधन में रहना नहीं चाहता है कि क्योंकि क्षमा करना ये एक बंधन का छुटकारा है. और जैसा क्षमा करना ही है वो एक बंधन से छुटकारा पा जाता है. क्षमा नहीं करेगा तो बंधन में फंसा जाता है. ഇന്ന് പലപ്പോഴും ദൈവം നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ക്ഷമിച്ചുകൊണ്ടിരിക്കുക, എന്നാൽ നമ്മൾക്കാണ് പരസ്പരം ക്ഷമിക്കുവാനായിട്ട് കഴിയാത്തത്. आज परमेश्वर हमें निरंतर हमारे लिए क्षमा किया जाता है, लेकिन हम एक दूसरे से क्षमा नहीं करता है. ഇന്ന് നാം അന്യോന്യം ക്ഷമിക്കുവാനായിട്ട് തയ്യാറാകണം. നമ്മൾ അന്യോന്യം ക്ഷമിക്കുമ്പോഴാണ് നമ്മുടെ ആ ബന്ധനങ്ങൾ റിലീസ് ആവുന്നത്. നമ്മുടെ ആ ഇതൊക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നന്നായിട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. हम एक दूसरे से क्षमा करेगा तो हम आजादी पा सकता है, हम उस बंधन से छुटकारा पा सकता है, हम आगे बढ़ सकता है. ഇന്ന് ഒന്ന് രണ്ട് വാക്യങ്ങളോട് വായിച്ച് നമുക്ക് വചനത്തിലേക്ക് തന്നെ നമുക്ക് ആയിരിക്കാം. ഒന്നാമത്തെ വചനം സങ്കീർത്തനം 103:12 വാക്യമാണ്. സങ്കീർത്തനം 103:12. ഇവിടെ ഇത് ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഉദയമസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ ആ ഒരു വാക്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. സങ്കീർത്തനം 103:12 വാക്യം. 103:12 हम एक दो वचन पढ़ने के लिए हमें आगे बढ़ेंगे. उसका जो पहले आयत है कि भजन संगीता 103 उसका 12 आयत में ऐसा लिखा है कि जो उदयाचल अस्ताचल से जितनी दूर है और उतनी दूर. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അതായത് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത് രണ്ടും തമ്മിൽ പരസ്പരം അടുക്കാത്തതുപോലെ, അത് രണ്ടും തമ്മിൽ ഒരു കോണ്ടാക്ട് ഇല്ലാത്തതുപോലെ നമ്മുടെ എല്ലാ ലംഘനങ്ങളെയും ഇന്ന് കർത്താവ് നമ്മളോട് മാറ്റി വെച്ചിരിക്കുക, അകറ്റി വെച്ചിരിക്കുക. അത് തമ്മിൽ ഒരു പരസ്പര ബന്ധമില്ലാത്തതുപോലെ, അതായത് യാതൊരു കണക്ഷനും ഒരു റിലീസായ രീതിയിൽ ഇനി അതുമായിട്ടൊരു ബന്ധമില്ലാത്തതുപോലെ. उदयाचल अस्ताचल से जितनी दूर है उतनी दूर परमेश्वर हमारे अपराधों को क्षमा किया है, दूर कर दिया है. इसके मतलब यह है कि ये उदयाचल अस्ताचल से ये कोई संबंध नहीं है, क्योंकि वो दोनों एक साथ नहीं मिल सकता है, एक साथ नहीं हो सकता है. उतना दूर कर दिया हुआ जैसा परमेश्वर हमारे अपराधों को उतने अलग कर दिया है. രണ്ടാമതൊരു വാക്യം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 38-39 വാക്യങ്ങൾ. അതിന്റെ 39-ാം വാക്യം ഇപ്രകാരം കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 13 അതിന്റെ 39-ാമത്തെ വാക്യം. മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. के काम 13वां अध्याय उसके 38 और 39 आयतों में, उसमें 39 आयतों में जैसे लिखा है, और जिन बातों से तुम मूसा की व्यवस्था की दूर निर्दोष नहीं ठहर सकते हैं उन्हीं सभी से हर एक विश्वास करने वाला उसके द्वारा निर्दोष ठहरता है. ഇവിടെ വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു. ഇന്ന് നമുക്ക് ഇപ്രകാരം ഒരു ചാൻസ് ലഭിച്ചേക്കുക. നമ്മൾ അവനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മൾക്ക് നീതീകരണം പ്രാപിക്കും. यहाँ पर कहता है कि विश्वास करने वाला हर एक लोग उसके द्वारा निर्दोष ठहरता है. वैसा ही हम परमेश्वर पर विश्वास करेगा तो हम निर्दोष बन सकता है. അത് മാത്രമല്ല വേറൊരു വാക്യം കൂടി ഉണ്ട്. സങ്കീർത്തനം 107:14 വാക്യം. സങ്കീർത്തനം 107:14 വാക്യം. और एक वचन यह है कि हमें भजन संगीता 107 उसका 14 आयत. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. यहाँ पर हम ऐसा पढ़ते हैं कि उसने उनको अंधियारे और मृत्यु की छाया में से निकाल लिया है
और उनके बंधनों को तोड़ डाला है। ഇവിടെ ആ ബന്ധനങ്ങളെ അറുത്ത് കളയുക, ഇനിയും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആ രീതിയിലാണ് കർത്താവ് നമ്മളോട് ക്ഷമിക്കുന്നത്, ആ രീതിയിലാണ് കർത്താവ് നമ്മളോട് ക്ഷമ കാണിക്കുന്നത്. അത് നാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ക്ഷമ എങ്ങനെയുള്ളതായിരിക്കണമെന്നാണ് വീണ്ടും ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. कहता है कि परमेश्वर उस बंधनों को जैसे काट दिया है, मतलब उसका बंधनों को तोड़ दिया है, वैसा उसको कोई संबंध नहीं है, वैसा तोड़ दिया। जैसा हम अपने आप को परखना है, हमारा क्षमा किसी रीति का है, हमारे हम दूसरे से कैसा क्षमा करते हैं, ये हम परख के देखना है। ഇവിടെ വേറൊരു വാക്യം കർത്താവിന്റെ ലോർഡ്സ് പ്രേയറിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന മത്തായിയുടെ സുവിശേഷം 6:12 വാക്യം. മത്തായിയുടെ സുവിശേഷം 6:12. और एक वचन हम देखते हैं कि मत्ती का सुसमाचार 6वां अध्याय उसके 12 आयत में जो यीशु मसीह सिखाया हुआ प्रार्थना में हम देखते हैं। പസങ്ങളിലൊന്ന് വായിക്കാവോ? മത്തായിയുടെ സുവിശേഷം 6:12. हाँ, यहाँ पर लिखा है, और जिस प्रकार हमने अपने अपराधियों को क्षमा किया है, वैसे ही तू भी हमारे अपराधों को क्षमा कर। ഞങ്ങളുടെ പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇവിടെ പറയുന്നത് കടങ്ങളെ മാത്രമല്ല, ഇത് എഴുതി തള്ളുന്ന രീതിയിൽ ആ ഒരു ക്ഷമ എപ്രകാരം ആയിരിക്കണമെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ എഴുതി തള്ളുന്നത് പോലെ ഇനി അങ്ങനെ ഒരു കടമില്ല, ഇനി അതുമായിട്ട് യാതൊരു ഹോൾഡും ഇല്ല. ഒരു പക്ഷെ നമ്മൾക്കറിയാം, കടം ആരുടെയെങ്കിലും അടുത്തുനിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നമ്മളിൽ ഒരു ഹോൾഡ് ഉണ്ട്, ഒരു അതോറിറ്റി ഉണ്ട്. എന്നാൽ അത് കൊടുത്തു തീർക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മളൊന്ന് മാറി നിൽക്കുമ്പോൾ, റിലീസ് ആവുമ്പോൾ, പിന്നെ അതിന് നമ്മൾ മേലൊരു ആധിപത്യമില്ല, പിന്നെ നമ്മൾ അതിലൊരു അതോറിറ്റി ഇല്ല. जैसे यहाँ पर कहते हैं कि जैसा क्षमा करना, जो कर्जदार से पूरी तरफ से उसको माफ किया जाता है, अभी कोई लेन देन नहीं है करके छोड़ दिया जाता है, क्योंकि हम जानते हैं एक व्यक्ति से अगर हम कर्जा लिया है, उस व्यक्ति को हमारे ऊपर एक अधिकार है, क्योंकि हम उसको कर्ज देना है, वो अधिकार है। लेकिन उनको जब माफ किया जाता है, उनसे पूरी रीति से उसमें से छुट जाता है, फिर उनको हमारे ऊपर कोई अधिकार नहीं होता है। वैसा ही हम क्षमा करना चाहिए। അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മളൊരു ബോണ്ടേജിലാണെന്നാണ്. നമ്മൾ ക്ഷമിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ഒന്നിന്റെ ആധിപത്യത്തിലാണ്. നമുക്ക് പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ക്രിസ്തുവിൽ ലഭിച്ചിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. इसके मतलब यह है कि अगर हम क्षमा नहीं किया है, हम एक बंधन में फंसे हुए हैं, एक हमें बोझ में फंसे हुए हैं, क्योंकि दूसरे एक एक अधीन में फंसा हुआ अवस्था है। इसी कारण उसमें से पूरी तरफ से मुक्ति पाना है तो माफ किया जाना। നമ്മൾ ക്ഷമിക്കുമ്പോഴാണ്, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴാണ് ഈ ബന്ധനത്തിൽ നിന്നും നമുക്കൊരു മോചനം ഉണ്ടാവുന്നത്, ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാനായിട്ട് സാധിക്കുന്നത്. അതാണ് വചനത്തിൽ നാം നേരത്തെ കേട്ടതുപോലെ, ആ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും നമ്മളെ പുറത്തെടുത്ത് നമ്മുടെ ബന്ധനങ്ങളെ അറുത്തു കളയുവാനായിട്ട്, നമ്മുടെ ആ ഒരു ഭാരങ്ങളെ എല്ലാം മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. क्षमा करने से, हम पहले सुना जैसा, क्षमा करने से जो अंधकार में से हमें पूरा बंधनों को तोड़कर बाहर निकला हुआ जैसा अनुभव में आना है, हम एक दूसरे के साथ वैसा क्षमा करना, नहीं तो हम उस बंधन में बोझ में बढ़ जाता है। വേറൊരു കാര്യം കൂടി ഓർപ്പിച്ചോട്ടെ. ഈ പുതുവർഷത്തില് നമ്മൾക്കറിയാം, കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ മിണ്ടാതിരുന്ന ചില വ്യക്തി ജീവിതങ്ങൾ ഉണ്ടായിരിക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾക്ക് ക്ഷമിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ചില വ്യക്തികളോ ചില കുടുംബങ്ങളോ ചിലരോ ഉണ്ടായിരുന്നിരിക്കാം നമ്മുടെ ജീവിതത്തിലും. എന്നാൽ ഈ പുതുവർഷത്തിൽ അതെല്ലാം നമുക്ക് മാറ്റിവെച്ചുകൊണ്ട്, അതെല്ലാം നമ്മൾ മറന്നു കളഞ്ഞുകൊണ്ട്, പുതുതായിട്ട് ആ ഒരു ക്ഷമ അവരെ കാണിക്കുവാനായിട്ട് ഇത് നല്ല അവസരമാണ്. हम ये नया साल में प्रवेश किया गया है, तो हम एक काम करना है कि ज्ञात साल में हम जिससे बात नहीं करते हुए, जिससे गुस्सा में बैठा हुआ, जिससे हमें जैसा क्षमा नहीं करते हुए बैठा है, तो इसे नया साल में प्रवेश करने के लिए हमें एक अवसर है कि हम उससे उसको क्षमा करना है, उससे हमें मिलना है, बात करना है, हम उसमें से आजादी पाना है। വേറൊരു നല്ല കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമ്മൾ മിണ്ടാതിരിക്കുന്നിടത്ത് ഈ ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ വിഷസ് പറഞ്ഞ് തന്നെ നമുക്ക് കോൺവെർസേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ മിണ്ടുവാനായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, മിണ്ടുവാനായിട്ട് നമുക്ക് ഒരു പ്രയാസമുണ്ട്, എങ്ങനെ മിണ്ടും, എങ്ങനെ സംസാരിച്ചു തുടങ്ങും. എന്നാൽ ഇത് നല്ലൊരു അവസരമാണ്. ഒരു ഹാപ്പി ന്യൂ ഇയറിലൂടെ ഒരു വിഷ് പറഞ്ഞുകൊണ്ട് നമുക്കിതൊരു നല്ല അവസരം ദൈവം തരുക. പല ബന്ധങ്ങളെയും, പല നഷ്ടപ്പെട്ട ബന്ധങ്ങളെയും, ക്ഷമിക്കുവാൻ പറ്റാത്ത ചില കാര്യങ്ങളെല്ലാം വീണ്ടും ഒന്ന് കൂട്ടിച്ചേർക്കുവാനായിട്ട്, വീണ്ടും അതൊന്ന് പുതുക്കുവാനായിട്ട്, ആ ഒരു ബന്ധനത്തിൽ നിന്ന് നമ്മളെ റിലീസ് ആക്കുവാനായിട്ടും ഇത് നല്ലൊരു അവസരമാണ്.
हमें हम अभी तक बात नहीं करते हुए अगर बैठा है, उस बंधन में बैठा है, तो आज हमें एक अच्छा अवसर ये है कि ये नया साल का मुबारक देखते हुए हमें एक न्यू ईयर या विश करते हुए हम उसको वो बातों को शुरू कर सकता है, उस बंधन से हम आजादी पा सकता है। കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഇപ്രകാരം കാണുന്നു. കൊലോസ്യ ലേഖനം 3-ന്റെ 13-ാം വാക്യം, ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. कोलोसियों के पत्री 3 अध्याय उसका 13 आयत में ऐसा लिखा है कि और यदि किसी को किसी पर दोष देने को कोई कारण हो तो एक दूसरे के सह लो और एक दूसरे के अपराध क्षमा करो, जैसे प्रभु ने तुम्हारे अपराध क्षमा किए वैसा तुम भी करो। ഇവിടെ എപ്രകാരം നമ്മൾ ക്ഷമിക്കണമെന്ന, ഒരുപക്ഷെ നമ്മൾ വഴക്കുണ്ടായാൽ, ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായാൽ, ഇത് മറ്റു വ്യക്തികളെ മാത്രമല്ല കുടുംബജീവിതത്തിൽ തന്നെ നമുക്ക് എടുത്തു നോക്കാം. കുടുംബജീവിതത്തിൽ തന്നെ എന്തെങ്കിലും ഭിന്നതയുണ്ടായാൽ കർത്താവ് നമ്മളെ പഠിപ്പിച്ച മാതൃക, കർത്താവ് നമ്മളെ ക്ഷമിച്ചതുപോലെ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ ലംഘനങ്ങളെ മാറ്റി നമ്മൾ ഒരു മോചനം നമുക്ക് തന്നതുപോലെ തന്നെ നാമും അപ്രകാരം ചെയ്താൽ മാത്രമേ നമുക്കും നമ്മുടെ ബന്ധനങ്ങളിൽ നിന്ന് ഒരു പൂർണ്ണമായ മോചനം നമുക്ക് ലഭിക്കത്തുള്ളൂ. हमें हमारे पारिवारिक जीवन में भी होने दो, अगर ये बंधन में ये क्षमा नहीं किया हुआ अवस्था में है तो हम एक बंधन में फंसा हुआ अवस्था में बैठा है, अगर उसे क्षमा करने से हमारा बंधन से हम छुटकारा पा सकता है। इसी कारण प्रभु हमें क्षमा किया हुआ जैसा ही हम एक दूसरे से क्षमा करना चाहिए। ഒരു വേദഭാഗം കൂടി നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ. मत्ती का നിങ്ങൾ सुसमाचार 6 अध्याय उसके 14 और 15 आयत हम पढ़ेंगे। നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. इसलिए यदि तुम मनुष्य के अपराध क्षमा करोगे तो तुम्हारा स्वर्गीय पिता भी तुम्हें क्षमा करेंगे, और यदि तुम मनुष्यों के अपराध क्षमा ना करोगे तो तुम्हारा पिता भी तुम्हारे अपराध क्षमा ना करेंगे। ഇവിടെ നാം മനസ്സിലാക്കുന്ന കാര്യം, ആദ്യം നാം ക്ഷമിക്കുവാൻ ആ കർത്താവ് നമ്മളോട് പറഞ്ഞു. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. ആദ്യം നിങ്ങൾ ക്ഷമിക്കുവാൻ തയ്യാറാണെങ്കിലാണ്, ആദ്യം നിങ്ങളോടാണ് ഈ കൽപ്പന, നമ്മളോട് ഓരോരുത്തരും ആയിട്ടാണ് ഈ കൽപ്പന ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, നാം ക്ഷമിക്കണം. അങ്ങനെയെങ്കിൽ അതൊരു ഇഫ് ക്ലോസാ. അങ്ങനെയെങ്കിൽ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. यहाँ कहता है हम मनुष्यों से एक दूसरे के क्षमा करेगा तो परमेश्वर भी हमारा क्षमा कर सकता है, अगर हम क्षमा नहीं करेंगे तो परमेश्वर हमारे क्षमा नहीं करेंगे। यहाँ कहते हैं कि परमेश्वर हमसे क्षमा करना है तो पहले हम एक दूसरे से क्षमा करना है, उससे छुटकारा पाना है। ഇന്ന് നമുക്ക് പലരെയും അറിയാതിരിക്കും. പലരും തമ്മിൽ മിണ്ടാത്ത പല വ്യക്തി ജീവിതങ്ങൾ, വളരെ വർഷങ്ങളായിട്ട് മിണ്ടുന്നില്ല, വളരെ വർഷങ്ങളായിട്ടൊരു ബന്ധമില്ല, ഒരു സംസാരമില്ല. അങ്ങനെയുള്ള പല വ്യക്തികളെ നമ്മൾക്ക് അറിയാതിരിക്കാം. എന്നാൽ നമ്മുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ, ദൈവം നമ്മളോട് ക്ഷമിക്കും, എന്നാൽ അവരോട് ക്ഷമിക്കത്തില്ല, ഞാനും അവരോട് ക്ഷമിക്കത്തില്ല. ആ ഒരു ചിന്താഗതിയാണ് പലരുടെയും മനസ്സിൽ. कई सालों से हम शायद बात नहीं करता होगा, हम सोच रहा है हमें परमेश्वर हमें क्षमा किया है लेकिन परमेश्वर उनको क्षमा नहीं करेगा, इसलिए हम भी उसे क्षमा नहीं करेंगे करके सोच के बैठा होगा। ഇതാണ് നമ്മുടെ പലരുടെയും ഒരു ചിന്താഗതി. കർത്താവ് എന്നോട് ക്ഷമിച്ചത് കൊള്ളും, എന്നാൽ കർത്താവ് അവനോട് ക്ഷമിക്കത്തില്ല, അതുകൊണ്ട് ഞാനും അവനോട് ക്ഷമിക്കത്തില്ല, എനിക്ക് അവനോട് ഒരു ബന്ധവും വേണ്ട, ഒരു കൂട്ടും വേണ്ട എന്ന്. हमारा चिंता ऐसा है कि परमेश्वर मुझसे क्षमा किया है, उससे क्षमा नहीं करेंगे, इसलिए मैं भी उससे क्षमा नहीं करेंगे, उनके साथ कोई भी संबंध नहीं चाहिए, ये विचार में बैठा होगा। എന്നാൽ ഇന്ന് അങ്ങനെയല്ല ദൈവമക്കളെ. ഫസ്റ്റ് നീ ക്ഷമിക്കുവാനായിട്ട് തയ്യാറാകണം, നീ അവരോട് ക്ഷമിക്കുവാനായിട്ട് തയ്യാറാകണം. അങ്ങനെയെങ്കിൽ മാത്രമേ കർത്താവ് നമ്മളെയും ക്ഷമിക്കുവാനായിട്ട് ഇടയാകത്തുള്ളൂ. നമ്മുടെ ചിന്താഗതി ഒന്ന് മാറ്റിവെച്ച് നമ്മൾ മുട്ടുമേലിരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളോട് ക്ഷമിക്കുമെന്നല്ല. ആദ്യമേ നാം ഒന്ന് മുന്നേറി നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിക്കുവാൻ തയ്യാറാകണം. നമ്മൾ ആരോടാണ് ക്ഷമിക്കുവാൻ കഴിയാത്ത അവരോട് നമ്മൾ ക്ഷമിക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ കർത്താവിന് നമ്മളോട് ക്ഷമിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. हम एक दूसरे से क्षमा करना है, अगर हम क्षमा नहीं करेगा तो परमेश्वर हमसे क्षमा नहीं कर सकता है। हम घुटनों पर बैठ के प्रार्थना करेगा तो क्षमा करेगा, वैसा नहीं है। हम एक दूसरे से क्षमा करना है, हम क्षमा करने के बाद ही परमेश्वर हमारा ही क्षमा कर सकता है। ഇന്ന്
ഇതായിരിക്കും ഒരുപക്ഷെ ന്യൂ ഇയർ ആയിട്ട് നിങ്ങളോടുള്ള ദൂത്, നമ്മളോട് ഓരോരുത്തരോടുമുള്ള ദൂത്. നമ്മളൊന്നും മനസ്സിലൊന്ന് ഓർത്ത് നോക്കിയാൽ അറിയാം, പല പല വ്യക്തികളോട് ഞാൻ ഇങ്ങനെ ഭിന്നത കാണിച്ചിട്ടുണ്ട്, ഒരു ചെറിയ ഒരു സംസാര വിഷയം ഉണ്ടായിട്ടുണ്ട്, ഒരു വഴക്ക് വന്നിട്ടുണ്ട്, അവിടെ എനിക്ക് പൂർണ്ണമായിട്ട് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അർത്ഥം പറഞ്ഞത്, ആ ഒരു റിലീസ് ചെയ്യുന്നത്, അതിന് എഴുതി തള്ളുന്നത് പോലെ, കടങ്ങളെ ക്ഷമിക്കുന്നത് പോലെ ഇനി അതിൻ്റെ മേളിൽ ഒരു ഭാരമില്ല. നമ്മൾ ക്ഷമിക്കാത്തത് കൊണ്ടാണ് ആ ഒരു ഇതിപ്പോഴും നമ്മൾ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീണ്ടും വീണ്ടും കർത്താവിനോട് ക്ഷമ ചോദിക്കുന്നു, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, ആ ഒരു വിഷയത്തെ വേണ്ടി നമ്മൾ വീണ്ടും ക്ഷമ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, ആദ്യം നമ്മൾ അതൊന്ന് എഴുതി തള്ളുവാൻ തക്കവണ്ണം, നമ്മൾ ആ ഒരു ബോണ്ടേജിൽ നിന്ന് റിലീസ് ആകുവാൻ തക്കവണ്ണം നാം പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. आमीन, प्रेज़ द लॉर्ड। हम क्षमा करना चाहिए कि हम क्षमा नहीं करने के द्वारा हम उस बंधन में बैठ जाता है, लेकिन प्रभु हमारा क्षमा करना है तो हम पहले उससे क्षमा करना है, हम उसमें से छुटकारा पाना है। अगर क्योंकि हम छुटकारा नहीं पाता है तो परमेश्वर हमसे क्षमा नहीं कर सकता है, इसलिए उस बंधन से मुक्ति पाना है तो हम क्षमा करके आमीन, हम पहले जो दूसरे से जो हम या बात नहीं करते हुए हम उनसे हम गुस्सा में बैठा है, क्या कुछ ईर्ष्या में बैठा है, तो हम उसको क्षमा करके उससे बात करके वो मुक्ति पाएगा तो परमेश्वर भी हमारे क्षमा कर सकता है। ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എഫെസ്യ ലേഖനം 4-ാം അധ്യായം 32-ാം വാക്യം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം. നേരത്തെ ഞാൻ ഒരു ഗ്രീക്ക് വേർഡിനെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഒരു ഗ്രീക്ക് വേർഡിനെ പറ്റി ചിന്തിക്കാം. എന്നാലേ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ, എന്നാലേ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 32. एफेसियों के पत्र 4 अध्याय उसके 32 आयत हम पढ़ेंगे, क्योंकि मैंने बोला है 2 ग्रीक शब्द है, उसमें से एक शब्द के बारे में हमने देखा है और दूसरा एक शब्द है, वो भी हम देखेगा तो ये पूरा हो सकता है। ഇവിടെ ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. और एक दूसरे पर कृपाल और करुणामय हो, और जैसे परमेश्वर ने मसीह में तुम्हारे अपराध क्षमा किए हैं, वैसे ही तुम भी एक दूसरे के अपराध क्षमा करो. ഇവിടെ ഇതിന്റെ ഗ്രീക്ക് വേർഡ് ക്ഷമിക്കുക എന്നുള്ളതിന്റെ വേറൊരു ഗ്രീക്ക് വേർഡ് കാരിറ്റ്സോമ എന്നാണ്. അതിന്റെ അർത്ഥം ഗ്രേസ്, മനസ്സലിവും ദയമുള്ളവരായിരിക്കുക എന്നാണ്. ये ग्रीक शब्द है, उसका जो वो शब्द ऐसा है कि कारिसोमो, उसके मतलब ये है कि तुम करुणामय और कृपाल हो जाना. ഇത് നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ നമ്മൾ ക്ഷമിക്കുക മാത്രമല്ല, നമ്മൾ ദയയുള്ളവരായി തീരുക, ഗ്രേസ് ഉള്ളവരായി തീരുവാണ്. ഇതൊരു ഗിഫ്റ്റാണ്, ഇതൊരു ദൈവത്തിന്റെ ദാനമാണെന്ന് നാം മനസ്സിലാക്കണം. हमें हम क्षमा करने के मतलब हम दूसरे से कृपालु होना है, करुणामय होना है, मतलब ये परमेश्वर की ओर से हमें मिलने वाला एक दान है, एक वरदान है. ഇവിടെ കർത്താവ് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. കർത്താവിന്റെ ഒരു ഗുണം നമ്മളിൽ കാണുകയാണ് ഈ വാക്യത്തിലൂടെ, നമ്മൾ ക്ഷമിക്കുന്നതിലൂടെ നമ്മൾ സംഭവിക്കുന്നത്. प्रभु क्षमा किया जैसा हम क्षमा करने के समय प्रभु का एक स्वभाव यहाँ पर हमारे जीवन में प्रकट हो जाता है. ഇവിടെ ക്ഷമിക്കുക എന്നുള്ളത് ഒരു ഗിഫ്റ്റാണ്, ദൈവത്തിൽ നിന്നുള്ള ഒരു ഗിഫ്റ്റാണ്. അത് നമ്മൾ ഇന്ന് പ്രാപിക്കുവാനായിട്ട് തയ്യാറാകാം. परमेश्वर से हमें मिलने वाला एक वरदान है, एक गिफ्ट है, ये क्षमा करना, वो हम प्रभु से आज प्राप्त करना है. ഞാൻ ആദ്യം ചോദിച്ചതുപോലെ തന്നെ ഇതൊരു കർത്താവ് നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ക്ഷമിക്കുന്നു. അങ്ങനെ ക്ഷമിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് നിന്ന് നമ്മൾ ആരായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം നിങ്ങളോട് ചോദിച്ചത്. पहले आपने उसे पूछा है, निरंतर प्रभु हमसे क्षमा नहीं किया जाता है तो हम कौन बन जाएंगे, हम क्या हो जाएंगे. നമ്മൾക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, മത്തായിയുടെ സുവിശേഷം 18:21 ഈ പ്രകാരം പത്രോസ് അവന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്. हम देखते हैं कि मत्ती का सुसमाचार 18 अध्याय उसका 21वां आयत में पत्रोस उनके पास आके जो पूछते हैं, കർത്താവെ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. हाँ, पत्रोस यीशु मसीह से पूछता है तो पत्रोस ने पास आकर उससे कहा, ये प्रभु, यदि मेरा भाई अपराध करते रहे तो मैं कितनी बार उसे क्षमा करूं, क्या 7 बार तक? ഇത് ചോദിക്കുന്നത് അതിന്റെ ട്രഡീഷൻ കൂടി മനസ്സിലാക്കിയാൽ നമുക്ക് ഒന്ന് റബ്ബി അല്ലെങ്കിൽ ഗുരുക്കന്മാര് ആ സമയത്ത് അവർ പഠിപ്പിച്ചിരുന്നത്
എന്തെങ്കിലും ഒരു കുറ്റം നിങ്ങളോട് സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ 3 പ്രാവശ്യം ക്ഷമിക്കാം. അതിന്റെ അപ്പുറത്താണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി നീതിയായിട്ടുള്ള ജസ്റ്റിസിന് വേണ്ടി നമുക്ക് പോകുവാനാണ് അവർ പഠിപ്പിച്ചിരിക്കുന്നത്. क्योंकि जो रबी लोग गुरु लोग वो सिखा के रखा है कि एक व्यक्ति गलत किया है तो 3 बार क्षमा कर सकता है, उसकी बात हम न्याय के लिए हम और कोई रास्ता ढूंढ सकता है, ये उनको सिखा के रखा है. എന്നാൽ പത്രോസ് കുറച്ചും കൂടി ഡബിളായിട്ട് ചിന്തിച്ചു, അധികമായിട്ട് ചിന്തിച്ചു. 3 3 6 + 1 ഒന്നുകൂടി 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്നാണ് ചോദിച്ചത്. അതായത് അതിന്റെ എക്സ്റ്റെൻഡ് 7 ആണെന്നാണ് ഇവിടെ എന്ത് പറയുന്നത് പത്രോസ് ചിന്തിച്ചത്. लेकिन पत्रोस यहाँ पर ये सोचता है कि जो रबी लोगों ने सिखाया हुआ 3 बार का नहीं, उसका 2 गुना बढ़ाकर और एक बढ़ा के 7 बार वो सोच के उसने पूछा है. ഇവിടെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വേർഡ് പ്രകാരം ഞാൻ വായിച്ചത്, ഇഫ് യു ആർ കൗണ്ടിങ് ദെൻ യു ആർ നോട്ട് റിയലി ഫോർ ഗിവിങ്. നിങ്ങൾ അതിനെ എണ്ണുന്നു എങ്കിൽ നിങ്ങൾ ശരിക്കും ക്ഷമിക്കുന്നവരല്ല എന്നാണ്. एक जगह में ऐसा पढ़ा है कि तुम उसको अगर गिनते रहेगा तो उसके मतलब तुम उसको क्षमा नहीं करता है. നമ്മൾക്കറിയാം ബൈബിളിൽ 7 എന്നുള്ളത് ഒരു പൂർണ്ണതയുടെ നമ്പറായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ 70 എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ്, ഒരു വലിയ ജനസമൂഹം, ജനക്കൂട്ടം എന്നുള്ള രണ്ട് റെഫറൻസുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. हम बाइबल में देखता है कि जो 7 बोलेगा तो एक पूर्ण संख्या होता है, और 17 बोलेगा तो एक बड़ा एक झुंड, अब मिलजुल के हाथों एक बड़ा झुंड के बारे में हम देखते हैं. അതുകൊണ്ടാണ് 6നെ ഇംപെർഫെക്ഷൻ ആയിട്ട് കാണുന്നത്. 666 ഒരുപക്ഷെ ഞാൻ വിഷയത്തിൽ നിന്ന് മാറുകയല്ല. 6 എന്നുള്ളത് ഒരു ഇംപെർഫെക്ഷനും 7 എന്നുള്ളത് ഒരു പെർഫെക്ഷനുമായിട്ടാണ് ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ നമ്പറിങ്ങിന്റെ ആ ഒരു സിമിലാരിറ്റി. അപ്പോൾ ഇവിടെ 70 പ്രാവശ്യം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു അന്തവുമില്ല എന്ന് വെച്ചാൽ അതിന് നമ്മൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതുപോലെ നമ്മൾ അനന്തമായിട്ട് നമ്മൾ പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് നമ്മൾ ക്ഷമിക്കുവാൻ തയ്യാറാകണം. 6 एक पूर्ण संख्या नहीं है, इसलिए 666 वैसा आते हैं. लेकिन 7 एक पूर्ण संख्या होने के द्वारा यहाँ पर जो कहते हैं कि वो 7 बार के बारे में पूछता है, क्योंकि हम क्षमा करना बोले हो तो पूरी तरफ से एक पूर्ण रीति से उन्हें क्षमा करना. ഇവിടെ അതാണ് കണ്ടിന്യൂസ് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. നിരന്തരം ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മളോട് നിരന്തരം ക്ഷമിക്കുന്നത് പോലെ തന്നെ നാമും നിരന്തരം എണ്ണി തിട്ടപ്പെടുത്ത്, അല്ലെങ്കിൽ അതിനൊരു കൗണ്ട് വെക്കാതെ, അതിനൊരു ലോഗ് ഫയൽ, അതായത് ഒരു ഹിസ്റ്ററി വെക്കാതെ, ഞാൻ ഇത്ര വട്ടം 2 വട്ടം ക്ഷമിച്ചു, ഇത് 3-ാമത്തെ വട്ടമാ, ഇനി ഞാൻ ക്ഷമിക്കത്തില്ല എന്ന് വെക്കാതെ, അതെല്ലാം ഞാൻ ക്ഷമിച്ചു, ഇനി അതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല, ഒരു റിലീസ് ചെയ്തേക്കോ ഞാൻ, അങ്ങനെ വീണ്ടും വീണ്ടും ക്ഷമിക്കുവാൻ, കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായിട്ട് ക്ഷമിക്കുവാനായിട്ട് നാം തയ്യാറാകണം. जैसे क्षमा करना बोलेगा तो गिनती क्षमा करने के बारे में नहीं है, मैं 2 बार क्षमा किया, 3 बार क्षमा किया, मैं इतना बार क्षमा किया, वैसा गिनती रखने के नहीं है. जो क्षमा करेगा तो निरंतर क्षमा करना. अगर हम जैसे गिनती रखता है तो हम क्षमा नहीं करता है. अगर मैं इतना बार क्षमा किया हो लेकिन वो ना गिनते हुए वो पूरी तरफ से क्षमा करना बोलेगा तो कुछ संख्या नहीं याद करते हैं, पूरी तरफ से उन्हें माफ किया जाता है, भूल जाता है. उसी अवस्था में हम क्षमा करना चाहिए. ഇന്ന് നാം മനസ്സിലാക്കേണ്ടത് പലരുടെയും ജീവിതത്തിൽ ക്ഷമയില്ല എന്നുള്ളതാണ്. ആ ഒരു ക്ഷമയില്ലാത്തതിന്റെ ഞാൻ 2 വേർഡ്സുകളാ പറഞ്ഞ. ഒന്ന് കാരിറ്റ്സോമായും, ഒന്ന് ഞാൻ പറഞ്ഞത് അഫിയമയും. സോ ഈ 2 വേർഡുകളിൽ നാം മനസ്സിലാക്കുന്നത്, ഒന്നാമത്തത് നാം വിട്ടുകളഞ്ഞ് അതിനെ പൂർണ്ണമായി ബന്ധം വിച്ഛേദിച്ച് ക്ഷമിക്കുക. രണ്ടാമത് അതിനിട്ടുള്ള ഒരു മനസ്സ് നാം കാണിക്കുക. ഈ കാരിറ്റ്സോമായി, ഗ്രേസ്, ദയ, മനസ്സലിവ്, അതിനായിട്ട് നാം മനസ്സ് കാണിക്കണം, അതിനായിട്ട് നാം തയ്യാറെടുക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്ഷമയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. यहाँ पर हमें 2 शब्द बताया है कि एक कारिसोमा और एक अभिमी. ये दोनों शब्द में हम देखते हैं कि पहले जो बोला है अभिमी के बोलता है कि जो बंधन को खोल के छोड़ देना, पूरी तरफ से उसको आजादी किया जाना. और कारिसोमा के बारे में हम देखते हैं कि हमें दयालु होना है, कृपालु होना है. दूसरा से हमें जो तरस का आना है, क्योंकि वो क्षमा करना बोलेगा तो वो पूरी तरफ से अगर भूल जाता है, पूरी तरफ से छूट जाता है, वो हम ही क्षमा किया जाता है. നമ്മുടെ കടങ്ങളെ ക്ഷമിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഫോർഗീവ്നെസ്. നമ്മുടെ കടങ്ങളെ ക്ഷമിക്കുക എന്നുള്ളത് മാത്രമല്ല ശരിക്കുള്ള ക്ഷമ, അതിനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു മനസ്സ് കാണിക്കുന്ന വ്യക്തിക്ക് മാത്രമേ പൂർണ്ണമായിട്ട്
ആ വ്യക്തിയോട് ക്ഷമിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. और क्षमा करना बोलेगा तो आमेन। जैसा हम माफ करके छोड़ देता वैसा नहीं है। एक व्यक्ति से परिपूर्ण रीति से जो हमें क्षमा करना बोलेगा तो उसको जो पूरा छोड़ देना, पूरा भूल जाना, वही ही हम क्षमा किया जाता है। पूर्ण रीति से उसको माफ किया जाता है। കാരണം ക്ഷമിക്കാത്തത് കൊണ്ടാണ് പലർക്കും റിവെഞ്ച് ഉണ്ടാകുന്നത്, അതുപോലെ ഹേട്രഡ്നെസ് ഉണ്ടാകുന്നത്, ദേഷ്യം ഉണ്ടാകുന്നത്, കോപം ഉണ്ടാകുന്നത്. അത് ഒരു പകരത്തിന് പകരം ചെയ്യുവാനായിട്ട് ഇതങ്ങനെയുള്ള ദുഷ്ചിന്തകളും മറ്റ് ഇതിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ ദൈവത്തിനുള്ള ഒരു ഗുണം നമ്മൾ ഇല്ലാത്തത് കൊണ്ടാണ്. ദൈവം ക്ഷമിക്കുന്നത് പോലെ നമുക്ക് ക്ഷമിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ്. परमेश्वर का एक गुण हमारा जीवन नहीं होने के कारण, परमेश्वर क्षमा करते जैसा हम क्षमा नहीं करने के कारण हमारे अंदर वैर भाव और ईर्ष्या बढ़ जाता है। उससे बदला लेने के लिए हम सोच रहा है, उनके विरुद्ध हम ये सोचने के कारण ये है कि वो परमेश्वर के गुण हमारे जीवन में नहीं है, हम पूरी तरह से क्षमा नहीं करता है। ഇന്ന് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കർത്താവിന്റെ ഗുണം നമ്മൾ ഉണ്ടാകാൻ സ്നേഹിക്കും പറഞ്ഞതുപോലെ തന്നെ ഈ ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ആ വ്യക്തിയോട് ക്ഷമിച്ചാൽ മാത്രമേ നമുക്ക് ആ വ്യക്തിയോട് നന്നായിട്ട് സ്നേഹിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. जैसे हमें एक व्यक्ति से प्रेम करना है तो हम उसको क्षमा करेगा तो भी हम उसको अच्छा से प्रेम कर सकता है। अगर वो क्षमा नहीं है हम दूसरे से वो प्रेम नहीं कर सकता। इसी कारण अगर क्षमा करेगा तो ही हम दूसरे से प्रेम कर सकता है। वो प्रेम हमारे ഇന്ന് जीवन में नहीं। പലപ്പോഴും ഇന്ന് പലപ്പോഴും നമുക്ക് സ്നേഹിക്കുവാനായിട്ട് സാധിക്കാത്തത് നമ്മുടെ ഉള്ളിൽ ആ പൂർണ്ണമായിട്ടുള്ള ക്ഷമ വരാത്തത് കൊണ്ടാണ്. ആ പൂർണ്ണമായിട്ടുള്ള ക്ഷമ വരാത്തത് നമ്മൾ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ആ ബന്ധനങ്ങളെല്ലാം മറുത്തു കളഞ്ഞ് അതുമായിട്ട് യാതൊരു ബന്ധവും ഇനി പുലർത്താതെ വേണം. അത് മാത്രമല്ല, അതിനോടുള്ള മനസ്സലിവും നമുക്ക് ധ്യേയം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നമുക്ക് സാധിക്കത്തുള്ളൂ. हम क्षमा नहीं करने के कारण हम उस बंधन में बैठा है और हम दूसरे से प्रेम नहीं कर सकता है। वो प्रेम नहीं करने के कारण ये हम उससे क्षमा नहीं किया है। अगर हम पूरी रीति से क्षमा करेगा तो हम दूसरे को प्रेम कर सकता है, उस बंधन से हम आजादी पा सकता है। ഇവിടെ നമുക്ക് മത്തായിയുടെ സുവിശേഷം വായിക്കേണ്ട 18-ാം അധ്യായം ഒരുപക്ഷെ നിങ്ങൾക്ക് വീട്ടിൽ ആ ഒരു ആ സന്ദർഭം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമുക്ക് ഒരു ഇപ്രകാരം ഉപമ കാണുന്നുണ്ട്. ഒരു ദാസൻ ഒരു യജമാനൻ ദാസനോട് ക്ഷമിച്ചു, എന്നാൽ ആ ദാസന് മറ്റൊരുത്തനോട് ക്ഷമിക്കുവാനായിട്ട് കഴിയുന്നില്ല. അതിന്റെ അവസാന വാക്യം, നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. ये 18 अध्याय में, मत्ती का सुसमाचार 18 अध्याय में हम देखते हैं, हमें एक व्यक्ति दूसरा व्यक्ति से क्षमा किया, लेकिन वो व्यक्ति चाहने के समय उनको हमें उससे जो कर्जदार था उसको क्षमा नहीं किया है। उसी कारण परमेश्वर कहता है, तुम अपने भाई से अगर पूरी दिल से क्षमा नहीं किया जाएगा तो परमेश्वर भी तुम्हारा क्षमा नहीं करेंगे। ഇതാണ് അതിന്റെ പരിപൂർണമായ രൂപം. നമ്മൾ ഹൃദയപൂർവ്വം ക്ഷമിക്കണം. ഹൃദയപൂർവ്വം അതെങ്ങനെയാ? ആ രണ്ട് വേർഡും ഒരുമിച്ച് ചേർക്കുക. നമ്മൾ ഹൃദയപൂർവ്വം നമ്മുടെ മനസ്സ് അതിനായിട്ട് ഒരുക്കപ്പെടുത്തണം. നമ്മുടെ മനസ്സലിവ് കാണിക്കണം, ദയ കാണിക്കണം. എന്നാലേ നമുക്ക് ആ പരിപൂർണമായ ഹൃദയപൂർവമായ ക്ഷമ നമുക്ക് മറ്റുള്ളവരോട് കാണിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. हम हृदय से दूसरों को क्षमा करना, हमारे मन से पूरी तरफ से उनको क्षमा करना, हृदय के अंदर से अगर क्षमा नहीं करेगा तो हम क्षमा नहीं कर सकता। इसलिए हम कहते हैं, हम हृदय से हम दूसरों को क्षमा किया जाएगा तो हमारा क्षमा मिल जाएगी। ഒരുപക്ഷെ ഈ പകൽക്കാലം ഇങ്ങനെയുള്ളൊരു മെസ്സേജ് കേൾക്കുന്നത് രാവിലെ തന്നെ ഒരുപക്ഷെ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയിരിക്കാം. എങ്കിലും നാം മനസ്സിലാക്കേണ്ടുന്നത് ഇതാണ് ഇതിന്റെ മൂല കാരണമെന്ന് പറയുന്നത്. നമുക്ക് ഈ പുതുവർഷത്തില് മറ്റുള്ളവരെ ലാവിഷ്ലി സ്നേഹിക്കുവാൻ കഴിയണമെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ അവരോട് ക്ഷമിക്കുവാനും കഴിയണം. हमें राजू, सुबह हम ये संदेश सुनने के समय हमको थोड़ा तकलीफ शायद लगेंगे, लेकिन वचन कहते हुए जैसा हम हृदय से दूसरों को क्षमा करेगा तो भी हमारा क्षमा किया जाएंगे। इसलिए हम क्षमा करने के समय पूरी तरफ से क्षमा करना है। ഇത് രണ്ടും ഒന്നൊന്ന് ഇന്റർഡിപ്പെൻഡന്റ്. നമുക്കറിയാം, നന്നായി സ്നേഹിക്കുന്ന രണ്ട് വ്യക്തി ജീവിതങ്ങളിൽ നമുക്കറിയാം അവരിൽ ഇരുപക്ഷെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലും അവര് അത് കണക്കിടത്തില്ല. കാരണം ആ സ്നേഹത്തിൽ അതെല്ലാം കവിഞ്ഞു പോകും. ഒരുപക്ഷെ ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടായാലും അതൊന്നും അവരെ ബാധിക്കത്തില്ല. അതുപോലെ നമ്മുടെ സ്നേഹവും നമ്മളുടെ ക്ഷമയും അത് അളവില്ലാത്തതായിരിക്കണം. जैसे
एक दूसरे से प्रेम करता है तो उनका जीवन में अगर कुछ गलतियां हो जाएगा तो भी वो देखा नहीं जाता है, क्योंकि प्रेम के कारण उनके गलतियों को हम देखा नहीं जाता है। वैसा ही हम एक दूसरे से अगर क्षमा करेगा तो उनका गलतियां हमारे जीवन में दिखाई नहीं देंगे। उसी रीति से हम प्रेम में आगे बढ़ना है तो हम ये पूरी तरफ से उसको क्षमा किया जाना। ഇന്ന് ഈ പുതുവർഷക്കാലം ഈ ക്ഷമിക്കാൻ പറ്റാത്തതായിട്ടുള്ള ആ ഒരു ഭാരങ്ങളെല്ലാം നമ്മൾ വെച്ചുകൊണ്ടാണോ ഈ പുതുവർഷവും നമ്മൾ ആയിരിക്കുന്നത്? അതോ അതെല്ലാം മാറ്റിക്കളഞ്ഞ് അതെല്ലാം അഴിച്ചു കളഞ്ഞ് ഇനിയും ആ ബന്ധനങ്ങളിൽ എനിക്ക് യാതൊരു അവകാശവുമില്ല, അതെല്ലാം ഞാൻ എഴുതി തള്ളിയിരിക്കുന്നു, ഇനി അതിന്മേൽ എനിക്കൊരു പ്രയാസവും എൻ്റെ മനസ്സിൽ അലയടിക്കുന്നില്ല, എൻ്റെ ഹൃദയം, എൻ്റെ മനസാക്ഷി, അവിടെ ഞാൻ തെറ്റുക, അവിടെ ഞാൻ എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറയുവാൻ നമുക്കിന്ന് സാധിക്കുന്നുണ്ടോ? ये नया साल में अगर हम हमारा पूरा जो कर्जा के समान जो क्षमा नहीं किया हुआ अवस्था को पूरी तरफ से हम इंकार करके अगर क्षमा करने के लिए होएगा या हम प्रेम करने के लिए शुरू हो जाएगा तो पूरी तरफ से हमारा जो बंधन से छुटकारा पाना है तो हम एक दूसरे से क्षमा करते हुए एक नया साल में हम प्रवेश कर सकते हैं। നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ നോക്കിയ ന്യൂസ് ഒക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ പല പല പ്രശ്നങ്ങളും പല ന്യൂസുകളും ഉണ്ടാകുന്നത് അവർക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന് കേട്ടു, ക്ഷമിച്ചില്ല, ഉടനെ അടുത്ത ആള് അതിനായിട്ട് റിവെഞ്ച് ചെയ്യുന്നു, അതിനെതിരായിട്ട് ചെയ്യുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ന്യൂസുകൾ പലതും അവർക്ക് ക്ഷമിക്കുവാൻ പറ്റാത്തതുകൊണ്ട്. എന്നാൽ ഇന്ന് നാം അവർക്കൊരു മാതൃകയായിട്ട് കാണിക്കുന്നത് നമ്മൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നവര് ആയിരിക്കണം. इन दिनों में हम जो न्यूज हम देखते हैं इसका सभी के कारण हम देखिएगा तो मालूम पड़ेंगे। हम क्षमा नहीं करने के कारण एक बात सुनता है उसको हम ध्यान नहीं देता है, सुन के तुरंत हम बदला लेने के लिए नहीं तो उसके विरोध करने के लिए उसके विरोध में हम कुछ सोचने के कारण ये सब समस्याएं हो रहा है। लेकिन हम सुनने वाला बातों को अगर थोड़ा ध्यान से सुन के उसमें अगर थोड़ा शांत हो जाएगा तो इस विषय से हम छुटकारा पा सकता है। इन दिनों में हम हमें जैसे वो एक दूसरे से अब बदला लेने की चिंता इसी कारण आता है कि हम जो क्षमा नहीं करने के कारण। ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ക്ഷമിക്കാത്തവരല്ല എന്നല്ല, നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ഷമിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് നമ്മളിലേക്ക് വെക്കുന്നത്. നമുക്ക് ദൈവം നമ്മളോട് നിരന്തരമായി ക്ഷമിക്കുന്നത് പോലെ, ആ 70 വട്ടം കാണിച്ചു തന്നവർ നിരന്തരമായിട്ട് അനന്തമായി നമ്മളോട് ക്ഷമിക്കുന്നത് പോലെ നാമും അങ്ങനെ അപ്രകാരം തന്നെ ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് കാണിച്ചില്ലെങ്കിൽ, നമുക്ക് സാധിച്ചില്ലെങ്കിൽ പോലും ഈ വർഷം നിരന്തരമായി നമുക്ക് ക്ഷമിക്കുവാനും ആ ക്ഷമ എന്നുള്ളത് ഹൃദയപൂർവ്വമുള്ള ക്ഷമയായി തീരുവാനും അതിൽ നിന്ന് എല്ലാം നമ്മുടെ ബന്ധനങ്ങൾ മാറി നമ്മുടെ കെട്ടുകളെല്ലാം പൊട്ടിച്ച് നമ്മുടെ ബന്ധനങ്ങളെല്ലാം അറുത്തു കളഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസ്നേഹത്തിലേക്ക് കടക്കുവാനായിട്ടും ഈ വർഷം ദൈവം നമ്മളെ സഹായിക്കണം. अब जो क्षमा करना है गया सालों में अगर हमें क्षमा करने के लिए नहीं हुआ है तो इस नया साल में हम प्रवेश करने के समय इस नया साल में जो हमें बंधन है क्षमा नहीं कर सकता हुआ है उसको सब काट कर उस बंधन को तोड़कर एक क्षमा करते हुए हमें एक नया व्यक्ति होकर आगे बढ़ने के लिए हम आगे बढ़ना चाहिए। वो गया दिनों के जैसा नहीं है, एक नया व्यक्ति होकर आगे बढ़ने के लिए उस क्षमा किया हुआ हम आगे बढ़ेंगे। അത് നമ്മളൊരു പുതിയ മനുഷ്യനെ പോലെ, ഒരു പുതിയ വ്യക്തിയെ പോലെ നമ്മുടെ പഴയ ഉടുപ്പെല്ലാം മൂരിക്കളഞ്ഞുകൊണ്ട് പഴയ ആ സ്വഭാവങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് നമ്മളൊരു പുതു മനുഷ്യനായിട്ട് ഒരു പുതിയ സ്വഭാവം, ആ സ്വഭാവം ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായിരിക്കും. അന്യോന്യം കർത്താവ് ക്ഷമിച്ചതുപോലെ ആ ദൈവത്തിന്റെ സ്വഭാവം, ആ ദൈവത്തിന്റെ ക്യാരക്ടർ ഇന്ന് നമ്മളിലും ഉണ്ടാകുവാനായിട്ട് ഈ വർഷം ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അതിനായിട്ട് ബലപ്പെടുത്തണം. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കണം. ഈ ഒരു ചെറിയ തീം എന്ന് പറയുന്നത് ഒരുപക്ഷെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് നമുക്ക് മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം ഒരുപക്ഷെ നമ്മൾ ക്ഷമിക്കുന്നത് കൊണ്ട് അവർക്ക് ക്ഷമിക്കാൻ പറ്റാത്തവരോട് ക്ഷമിക്കാൻ ഇടയെത്തരും. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നത് പോലെ നമ്മൾക്ക് അവരോട് ക്ഷമിക്കുവാൻ കഴിഞ്ഞാൽ, നമ്മൾ ഹൃദയപൂർവ്വം അവരോട് ക്ഷമിക്കുവാൻ കഴിഞ്ഞാൽ അവർക്കും അവരുടെ മറ്റു വ്യക്തികളോട് ക്ഷമിക്കുവാൻ കഴിയും. അങ്ങനെ ഇതൊരു ചെയിനായിട്ട് ആ ഒരു ക്ഷമ വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരും. हम एक दूसरे से जो क्षमा करता है हमें हम क्षमा करने से वो दूसरे से भी क्षमा किया जाएंगे। जैसे एक गवाही दूसरा गवाहियों को उत्पन्न करते हुए जैसा हम एक क्षमा करने वाला व्यक्ति बन जाएंगे, हम क्षमा करेगा तो वो दूसरा भी क्षमा किया जाएंगे। इस नया साल में हम अभी तक हम क्षमा नहीं किया हुआ अवस्था है तो इस नया साल में हम एक दूसरे से क्षमा किया हुआ जैसा
हम आगे बढ़ेंगे जैसे प्रभु ने हमसे क्षमा किया है, प्रभु ने हमें माफ किया है, हमसे प्रेम किया है, वैसा ही प्रभु का स्वभाव में हम आगे बढ़ेंगे। ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ വെച്ച് നിർത്തുകയാ. ഒരിക്കൽ കൂടി ആ ഒരു ചോദ്യം ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നമ്മളെ നിരന്തരമായി സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരായിരിക്കും? ആ ഒരു ചിന്തയായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്നത്. ദൈവം നമ്മളെ നിരന്തരമായി ക്ഷമിക്കുന്നു. അതുകൊണ്ട് നമ്മളും മറ്റുള്ളവരുടെ അന്യോന്യം നിരന്തരമായി ക്ഷമിക്കുവാൻ നാം തയ്യാറാകണം. മറ്റുള്ളവരുടെ ആ ഒരു പ്രയാസങ്ങളെല്ലാം അതെല്ലാം നമ്മളിൽ നിന്നും വിട്ടുമാറുക. എന്നാലേ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ദൈവത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഈ ബന്ധനങ്ങളെല്ലാം ഉള്ളിടത്തോളം ഒരുപക്ഷെ നമുക്ക് ആ സ്നേഹവും ആ സമാധാനം പരിപൂർണമായിട്ട് അനുഭവിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ നാം ഇതിൽ നിന്നെല്ലാം റിലീസ് ആവുമ്പോഴാണ് ആ കർത്താവിന്റെ സ്നേഹം നമ്മളിലേക്ക് വരുവാനും ആ കർത്താവിന്റെ സ്നേഹം നമുക്ക് മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ പുതുവർഷത്തില് നാം ഓരോരുത്തരും ക്ഷമിക്കുന്നവരായിരിക്കാൻ, അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ആ ക്ഷമ ഹൃദയപൂർവ്വമുള്ള ക്ഷമയായിരിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സമയം അനുവദിച്ചെന്ന കർത്താവിന്റെ ദാസൻ ട്രാൻസ്ലേറ്റ് ചെയ്ത കർത്താവിന്റെ ദാസൻ എന്നെ കേട്ട എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു. കർത്താവായ ദൈവം നമ്മളെ ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. हम एक दूसरे से क्षमा करते हुए अगर आमीन हम आगे बढ़ेंगे इस नया साल में। आमीन यीशु मिला हुआ इस आमीन अच्छा समय में अच्छा संदेश अच्छा एक अवसर दिया है। इस अवसर के लिए मैं प्रभु को धन्यवाद करता हूँ, क्योंकि हम एक दूसरे से क्षमा करते हुए एक नया व्यक्तित्व बनकर आगे बढ़ने के लिए प्रभु हम सबको आशीष करे। आने वाले दिनों में प्रभु हमें क्षमा किया हुआ जैसा एक प्रभु का स्वभाव हमारे जीवन में रखे, हम एक क्षमा करते हुए आगे बढ़ने के लिए प्रभु हम सबको अवसर दे। मुझे अवसर दिया हुआ प्रभु के दास को, अनुवाद किया हुआ प्रभु के दास को, सभी को धन्यवाद करते हुए मैं मेरा वचन से बैठता हूँ।